നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണ കൗൺസിലറും BJP നേതാവുമായിട്ടുള്ള പ്രാദേശിക നേതാവുമായിട്ടുള്ള ആർ സുഗതൻ കടുത്ത വലിയ ക്രിമിനൽ കേസുകളിൽ കുടുങ്ങി വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നതും അദ്ദേഹത്തിന്റെ കൗൺസിലർ പദവിയുടെ അയോഗ്യതാ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള വാർത്തകൾ BJPക്ക് കോർപ്പറേഷൻ ഭരണം നിലനിർത്തുന്നതിലുള്ള അതീവ ഗൗരവമായിട്ടുള്ള സാഹചര്യം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഒന്ന്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർ സുഗതനെതിരെ വധശ്രമം, പോലീസിനെ ആക്രമിക്കല്, പൊതു വസ്തുവകകൾ നശിപ്പിക്കല്, ഭീഷണിപ്പെടുത്തല്, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ഒട്ടനവധി 12ഓളം കടുത്ത ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ അത്തരം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 6 കേസുകൾ വധശ്രമത്തിനാണ് എന്നത് പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നുമുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ജംഗ്ഷന് സമീപമുള്ള ക്ഷേത്രോത്സവത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ സംഘർഷത്തില് അരുവിപ്പുറം കുളുമല സ്വദേശിയായിട്ടുള്ള പ്രശാന്ത് എന്ന ഒരു വ്യക്തിയെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ 1-ാം പ്രതിയാണ് ഈ സുഗതൻ, ഈ കൗൺസിലർ സുഗതൻ എന്ന് പറയുന്നത്. ഈ കേസിൽ മുൻപ് ഹൈക്കോടതി സുഗതന് മുൻകൂർ ജാമ്യം കർശനമായി നിഷേധിക്കുകയും വട്ടിയൂർക്കാവ് SHOയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നെങ്കിലും കോടതി ഉത്തരവ് പൂർണ്ണമായി ലംഘിച്ച് സുഗതൻ പോലീസിന് പിടികൊടുക്കാതെ ഒളിവ് ജീവിതം നയിക്കുകയായിരുന്നു. തുടർച്ചയായ കുറ്റകൃത്യങ്ങളെ, നിയമലംഘനങ്ങളെ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന സുഗതനെ ഒടുവിൽ സംസ്ഥാന സർക്കാർ കാപ്പ ചുമത്തുകയും ഇയാളെ പിടികൂടാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ ജൂൺ 9-ന് വട്ടിയൂർക്കാവിലുള്ള ഇയാളുടെ വീട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ പോലീസ് വീട് വളഞ്ഞപ്പോൾ പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച സുഗതനും കൂട്ടാളികളും അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ മാരകായുധങ്ങളുമായി അതിക്രൂരമായി ആക്രമിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് വാർത്തയുണ്ടായിരുന്നു. ഒടുവിൽ ആകാശത്തേക്ക് വെടിയുയർത്ത് ആ സംഘർഷാവസ്ഥയ്ക്കിടയിലാണ് പോലീസ് സുഗതനെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സുഗതനെതിരെയുള്ള കാപ്പ നടപടികൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ അതീവ സുരക്ഷാ തടവിലാണ് സുഗതൻ കഴിഞ്ഞു വരുന്നത്. കേസില് പ്രതി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കണ്ടെത്തുന്നതിനായി നെടുമങ്ങാട് കോടതി സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നുവെങ്കിലും ചോദ്യം ചെയ്യലിനോടും അന്വേഷണത്തോടും ഒന്നും സുഗതൻ ഇയാൾ ഒട്ടും സഹകരിച്ചിരുന്നില്ല എന്നുള്ള വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് വൻ തിരിച്ചടിയും നാണക്കേടും ഉണ്ടാക്കിയ സത്യപ്രതിജ്ഞാ ലംഘന കേസും സുഗതന്റെ അയോഗ്യതാ ഭീഷണിയുമായി നേരിട്ട് ബന്ധമുണ്ട്. ഭരണഘടനാ വിരുദ്ധമായി ദൈവങ്ങളുടെയും ബലിദാനികളുടെയും ഒക്കെ പേരിൽ രാഷ്ട്രീയ സത്യപ്രതിജ്ഞ ചെയ്ത ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി പൂർണ്ണമായി റദ്ദാക്കിയിരുന്നു. കോടതിയുടെ നിർദ്ദേശം പ്രകാരം മറ്റ് 19 പേരും കൃത്യമായ നിയമമനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർ സ്ഥാനം നിലനിർത്തിയെങ്കിലും കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതന് മാത്രം കൗൺസിലറായി പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഹൈക്കോടതി അനുവദിച്ച അന്തിമ സമയപരിധിയായിട്ടുള്ള ജൂലൈ 26-നകം സുഗതൻ കൗൺസിലറായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ലെങ്കിൽ ഇയാളുടെ കൗൺസിലർ സ്ഥാനം നിയമപരമായി അസാധുവാകുകയും അയോഗ്യനാക്കപ്പെടുകയും ചെയ്യും. ഈ ഒരു അടിയന്തര സാഹചര്യം മറികടക്കാൻ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ സുഗതൻ നൽകിയിട്ടുള്ള 2 ജാമ്യാപേക്ഷകളും, അതായത് വള്ളക്കടവ് വധശ്രമ കേസ്, പോലീസിനെ ആക്രമിച്ച കേസ്, ഈ 2 കേസിലും കോടതി കർശനമായ നിലപാടുകൾ എടുത്തു. ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. കീഴ്ക്കോടതികളിൽ നിന്ന് കടുത്ത തിരിച്ചടി നേരിട്ടതോടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ താൽക്കാലിക ഇളവ് തേടിയും കാപ്പ ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജൂലൈ 26-നകം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കാൻ സുഗതന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സുഗതൻ പുറത്താക്കപ്പെടും. വെറും 2 സ്വതന്ത്രരുടെ നേരിയ പിന്തുണയോടെ മാത്രം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് സുഗതൻ അയോഗ്യനാക്കപ്പെട്ടാൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും കോർപ്പറേഷൻ ഭരണം തന്നെ അട്ടിമറിക്കുന്ന കടുത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് എത്തുകയും ചെയ്യും. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇയാളെ അടിയന്തരമായി അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള കോൺഗ്രസും CPM-ഉം കടുത്ത പ്രതിഷേധവുമായി രംഗത്തുമുണ്ട്. തദ്ദേശ ഭരണ സമിതിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ് ഈ വിഷയം. ഇവിടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത VV രാജേഷും കൂട്ടരും അടങ്ങുന്ന BJP ഭരണസമിതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത, തരക്കേടില്ലാത്ത നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ചിലരുടെ കേസുകളും ചില പ്രശ്നങ്ങളും വരുന്നത്. സത്യത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും അല്ലെങ്കിൽ ഏതൊരു ഭരണ സംവിധാനമായാലും ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം കൂടിയായിരിക്കും ഇത്. കാരണം തങ്ങളുടെ ആ ഭരണത്തെ, അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചെടുത്ത ഭരണത്തെ നഷ്ടപ്പെടുത്താനേ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വ്യക്തികളെ ഉപകരിക്കൂ എന്നൊരു താക്കീത് കൂടി ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. Different angles. Don't forget to subscribe and support this channel.